നമസ്കാരം, മലയാളത്തിലേക്ക് സ്വാഗതം. മൂന്നാം മോദി സർക്കാരിന്റെ ബജറ്റ് അവതരിപ്പിക്കപ്പെട്ടപ്പോൾ കേരളം ഉറ്റുനോക്കിയത് വലിയ അടിസ്ഥാന സൗകര്യ വികസന പദ്ധതികൾക്കായിരുന്നു. എന്നാൽ ഇത്തവണയും കേരളം എന്ന പേര് പരാമർശിക്കപ്പെട്ടത് വിരലിൽ എണ്ണാവുന്ന തവണ മാത്രമാണ്. സംസ്ഥാനത്തിന് ലഭിച്ച പ്രധാനപ്പെട്ട രണ്ട് പദ്ധതികളെ കുറിച്ച് നമുക്കിന്ന് മനസ്സിലാക്കാം. അപൂർവ ഭൗമധാതു ഇടനാഴി ആദ്യത്തേതാണ്. കേരളത്തിന്റെ കരിമണൽ സമ്പത്തിനെ ലക്ഷ്യമിട്ടുള്ള സുപ്രധാനമായ ഒരു പ്രഖ്യാപനമാണിത്. കേരളത്തിന്റെ തീരപ്രദേശങ്ങളിൽ സുലഭമായി കാണപ്പെടുന്ന തോറിയം, സ്കാൻഡിയം തുടങ്ങിയ നിർണായക ധാതുക്കളുടെ ഖനനവും സംസ്കരണവും ഈ പദ്ധതിക്ക് കീഴിൽ വരും. ഈ ധാതുക്കളുടെ ഖനനം ശാസ്ത്രീയമായി വർദ്ധിപ്പിക്കുക, മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണത്തിനായി സംസ്കരണ പ്ലാന്റുകൾ സ്ഥാപിക്കുക, ഗവേഷണങ്ങൾക്കായി പ്രത്യേക ഫണ്ട് അനുവദിക്കുക എന്നിവയാണ് ലക്ഷ്യം. ആണവോർജം, ഹൈടെക് ഇലക്ട്രോണിക്സ് എന്നിവയിൽ നിർണായകമായ ഈ ധാതുക്കൾ കേരളത്തിന്റെ സമ്പദ് വ്യവസ്ഥയ്ക്ക് വലിയൊരു കരുത്തായി മാറിയേക്കാം. അടുത്തത് ടർട്ടിൽ ട്രെയിൽ സ്കീമാണ് പ്രഖ്യാപിച്ചത്. അതിവേഗ ട്രെയിനുകൾക്കും വ്യാവസായിക ഇടനാഴികൾക്കും പകരം കേരളത്തിന് ലഭിച്ച ഈ കടലാമ പരിപാലന പദ്ധതി വലിയ ചർച്ചകൾക്കാണ് വഴിവെക്കുന്നത്. കേരളം, കർണാടക, ഒഡീഷ എന്നീ സംസ്ഥാനങ്ങളെ ഉൾപ്പെടുത്തിയാണ് കേന്ദ്ര സർക്കാർ ഇത് പ്രഖ്യാപിച്ചിരിക്കുന്നത്. എന്താണ് ടർട്ടിൽ ട്രെയിൽ സ്കീം? കടൽ പരിസ്ഥിതിയുടെ കാവൽക്കാരായ കടലാമകളുടെ സംരക്ഷണത്തെ സുസ്ഥിരമായ ഇക്കോ ടൂറിസവുമായി ബന്ധിപ്പിക്കുന്ന നൂതന പദ്ധതിയാണിത്. വംശനാശ ഭീഷണി നേരിടുന്ന ഒലീവ് റിഡ്ലി വിഭാഗത്തിൽപ്പെടുന്ന ആമകൾക്കാണ് ഇതിൽ മുൻഗണന. പദ്ധതിയുടെ പ്രധാന ഘടകങ്ങൾ പരിക്കേറ്റ കടലാമകൾക്കായി അത്യാധുനിക മരുന്നുകളും സൗകര്യങ്ങളുമുള്ള റെസ്ക്യൂ സെന്ററുകൾ ഒരുക്കുക എന്നുള്ളതാണ്. പ്രകൃതിദത്തമായ ആവാസ വ്യവസ്ഥയ്ക്ക് ഭംഗം വരാത്ത രീതിയിൽ മുട്ടയിടാനും വിരിയാനുമുള്ള സുരക്ഷിത ഇടങ്ങൾ നൽകുക, സമുദ്രജീവികളെ കുറിച്ച് പൊതുജനങ്ങൾക്ക് അറിവ് നൽകുന്നതിനായി കൺസർവേഷൻ ലാബുകൾ, ഇന്റർപ്രിട്ടേഷൻ സെന്ററുകൾ എന്നിവ സ്ഥാപിക്കും. ഇതിനായി അത്യാധുനിക സാങ്കേതിക വിദ്യയും ഇമേഴ്സീവ് റിസർച്ച് രീതികളും ഉപയോഗിക്കും. കേരളത്തിൽ കടലാമകൾ പതിവായി എത്തുന്ന തീരപ്രദേശങ്ങളിലായിരിക്കും ഈ പദ്ധതി നടപ്പിലാക്കുക. തോട്ടപ്പള്ളി, പൊഴിക്കര, ചാവക്കാട്, ചിലക്കൽ ഈ പ്രദേശങ്ങളെ കോർത്തിണക്കി ഒരു ടൂറിസം സർക്യൂട്ട് തന്നെ വികസിപ്പിക്കാൻ സാധിക്കും. ഇതൊരു നേട്ടമാണോ അതോ തിരിച്ചടിയാണോ? ഈ പദ്ധതി രണ്ട് രീതിയിൽ വീക്ഷിക്കാം. കേരളത്തിന്റെ പരിസ്ഥിതി സൗഹൃദ വിനോദ സഞ്ചാരത്തിന് ഇതൊരു പുതിയ മുഖം നൽകും. വിദേശ സഞ്ചാരികളെ ആകർഷിക്കാൻ ഈ പദ്ധതിക്ക് സാധിക്കും. തീരദേശത്തെ മത്സ്യബന്ധന സമൂഹത്തിന് സംരക്ഷണ പ്രവർത്തനങ്ങളുടെ ഭാഗമായും ടൂറിസ്റ്റ് ഗൈഡുകളായും പുതിയ തൊഴിലവസരങ്ങൾ ലഭിക്കാൻ ഇത് കാരണമാകും. സമുദ്ര ആവാസ വ്യവസ്ഥയുടെ ആരോഗ്യം നിലനിർത്താൻ കടലാമകളുടെ സംരക്ഷണം അത്യാവശ്യമാണ്. എങ്കിലും ഹൈസ്പീഡ് റെയിൽവേയും വൻകിട വ്യവസായങ്ങളും ആഗ്രഹിച്ച കേരളത്തിന് ആമയുടെ വേഗതയുള്ള ഈ പദ്ധതികൾ ഒരു ഭാഗികമായ ആശ്വാസം മാത്രമാണ് നൽകുന്നതെന്ന വിമർശനം ശക്തമാണ്. ചുരുക്കത്തിൽ കേരളത്തിന്റെ പ്രകൃതി വിഭവങ്ങളെയും ജൈവ വൈവിധ്യത്തെയും കേന്ദ്രീകരിച്ചുള്ളതാണ് ഈ ബജറ്റ് പ്രഖ്യാപനങ്ങൾ. ഇവ കൃത്യമായി നടപ്പിലാക്കിയാൽ തീരദേശ മേഖലയിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിക്കും.